പശ്ചിമബംഗാളിലെ SIR-ൽ പ്രത്യേക അധികാരം വിനിയോഗിച്ച് സുപ്രീം കോടതി. ട്രിബ്യൂണലിൽ നിന്നും അനുകൂല ഉത്തരവ് ലഭിക്കുന്നവർക്ക് വോട്ട് ചെയ്യാമെന്ന് കോടതി. വോട്ടെടുപ്പിന് 2 ദിവസം മുൻപ് വരെ അനുകൂല ഉത്തരവ് ലഭിക്കുന്നവർക്ക് വോട്ട് ചെയ്യാമെന്നതാണ് കോടതിയുടെ നിർദ്ദേശം. ബി ബാലുഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, എങ്ങനെയാണ് കോടതി ഈ പ്രത്യേക അധികാരം വിനിയോഗിക്കുന്നത്? മറ്റൊന്ന്, ഈ ട്രിബ്യൂണലിൽ നിന്നും അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് ലഭിക്കാനുള്ള ഘടകമാവുക എന്താണ് അതിന്റെ ഒരു സാധ്യത? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായ ഒരു ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ 142 അനുച്ഛേദ പ്രകാരമുള്ള പ്രത്യേക അധികാരം വിനിയോഗിച്ചുകൊണ്ടാണ് SIR വിഷയത്തിലുള്ള സുപ്രീം കോടതിയുടെ ഈ ഉത്തരവുണ്ടായിരിക്കുന്നത്. ഇതിൽ നമുക്കറിയാം, പശ്ചിമബംഗാളിൽ ഏതാണ്ട് 60 ലക്ഷത്തോളം വോട്ടുകൾ നേരത്തെ ഈ SIR-നെ തുടർന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയിരുന്നു. ഇതിനെതിരെ ഏതാണ്ട് 30 ലക്ഷത്തിലധികം പരാതികൾ ഈ സംസ്ഥാനത്തുള്ള 19 ട്രിബ്യൂണലുകളുടെ പരിഗണനയിലാണ്. ഈ ട്രിബ്യൂണലുകളിൽ തീരുമാനമുണ്ടാകുന്നത് ഈ വോട്ടെടുപ്പിന് 2 ദിവസം മുമ്പാണെങ്കിൽ, അതായത് അനുകൂല ഉത്തരവ് ലഭിക്കുന്നവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള അധികാരമാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. അതായത് ഒന്നാം ഘട്ടത്തെ വോട്ടെടുപ്പ് നടക്കുന്നത് 23-ാം തീയതിയാണ്. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ 21-ന് മുമ്പായി തീരുമാനം ലഭിക്കുന്നവർക്ക്, അനുകൂല ഉത്തരവ് ലഭിക്കുന്നവർക്കും, 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് 29-ന് നടക്കുന്ന മണ്ഡലങ്ങളിൽ 27-ന് മുമ്പ് അനുകൂല ഉത്തരവ് ലഭിക്കുന്നവർക്കുമാണ് വോട്ട് ചെയ്യാനുള്ള അധികാരം ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. അങ്ങനെ വരുന്നവർക്ക് പേര് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സപ്ലിമെന്ററി പട്ടിക പുറത്തിറക്കുവാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അങ്ങനെ ഉത്തരവ് ലഭിക്കാതെ ട്രിബ്യൂണലിന്റെ പരിഗണനയിലുള്ള, അതായത് ഒരു പെൻഡിംഗ് അപ്പീലാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാൻ അധികാരം ഉണ്ടായിരിക്കില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ ഓരോ പൗരനും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നും അത് ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഭരണഘടനയുടെ 142-ാം അനുച്ഛേദം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഉത്തരവ് പുറത്തിറക്കുന്നതെന്നുമാണ് സുപ്രീം കോടതിയുടെ ഉത്തരവിൽ വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നത്.